നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു കഥ കേൾക്കാം. എൻ്റെ സ്വന്തം രചന സ്നേഹം വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ. ഉമ്മറത്തെ നീളം വരാന്തയിൽ വെറുനിലത്ത് മടക്കിയിട്ട തഴപ്പായയിൽ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഇരിക്കുമ്പോൾ മുന്നിലിട്ട തൂശനിലയിലെ വെള്ളത്തുള്ളികൾ തുടച്ചു നിൽക്കാൻ മറന്നില്ല. ഉപ്പും ഉപ്പേരിയും അച്ചാറും പപ്പടവും അവിയലുമെല്ലാം വിളമ്പി. നല്ല കുത്തരി ചോറും എരിശ്ശേരി പുളിശ്ശേരി സാമ്പാറും രസവും എല്ലാം കൂടിയായപ്പോൾ വയറും മനസ്സും നിറഞ്ഞു. പിറകെ പ്രഥമനും പഴവും പപ്പടവും കൂടി അകത്താക്കി നാരങ്ങാച്ചാറും തൊട്ടി നിൽക്കി എഴുന്നേൽക്കുമ്പോൾ ഓണക്കളികൾക്കുള്ള വട്ടം കൂട്ടലാവും. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ പറമ്പിൽ നിന്നും നല്ല പാകത്തിന് മൂത്ത ഏത്തക്കൊല വെട്ടിക്കൊണ്ടുവന്നപ്പോഴാണ് കല്യാണി മുത്തശ്ശി ഒരു കഷ്ണം ചേനയുമായി വന്നത്. ലക്ഷ്മി എടുത്ത് ഒരു മുറി മത്തങ്ങയും വാഴക്കുലയിൽ നിന്ന് ഓരോ പിടല അവർക്കും കൊടുത്തു. ബാക്കി ഉപ്പേരിക്കായി മാറ്റിവെക്കുകയും ചെയ്തു. ഓർക്കാൻ എത്ര സുഖമുള്ള ഓർമ്മകൾ. അന്നത്തേക്കാൾ കൂടുതലായി ആളുകൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വഴിയുടെ ഓരം ചേർന്ന് വെറുതെ നടന്നു. ഭ്രാന്തമായ ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ ഈ യാത്രകൾ അനിവാര്യമായി തോന്നി. പട്ടുവസ്ത്രങ്ങളും പുഷ്പമാല്യങ്ങളും കൊണ്ട് കടകളും മറ്റും അലങ്കരിച്ചിരുന്നു. അന്യസംസ്ഥാന പൂക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുമുണ്ട്. നെയ്തുണ്ടാക്കുന്ന ഓലവട്ടിയുമായി മലയും തോടും പാടവുമൊക്കെ അലഞ്ഞ് പൂക്കൾ ശേഖരിക്കുമായിരുന്നു. മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മൂവാണ്ടൻ കൊമ്പിൻ്റെ മാവിൽ കെട്ടിയ ഊഞ്ഞാലിൽ ആടി കളിക്കുമായിരുന്നു. കൊട്ടിയാർത്തു വരുന്ന പുലികളിക്കൂട്ടത്തെ കണ്ട് ഭയന്ന് ഓടിയൊഴിച്ച് വാതിൽപ്പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് കവലയിൽ കൊച്ചുകാതിർക്കാൻ്റെ കടയ്ക്ക് മുന്നിൽ കരക്കാരുടെ ഓണക്കളിയും ഉണ്ടാകും. നല്ല തകർപ്പൻ ചെണ്ടവേളമാണ് ചിന്തയിൽ നിന്നുണർത്തിയത്. നടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. വല്ലാത്ത ക്ഷീണവും ഉണ്ടായിരുന്നു. പാനീയങ്ങൾ നിരത്തിയിരിക്കുന്നു. വെള്ളം അല്പം കുടിക്കുകയുമാകാം. ഒരു വലിയ കടയുടെ ഉദ്ഘാടനമാണെന്ന് തോന്നുന്നു. വാതിൽക്കൽ തന്നെ സുന്ദരിയായ ഒരു യുവതി ചിരിച്ചുകൊണ്ട് ആളുകളെ അകത്തേക്ക് ആനയിക്കുന്നു. ഓരോ പുഞ്ചിരിയും സമാധാനത്തിലേക്കുള്ള പാത തെളിക്കുമെന്ന് മദർ തെരേസ പറഞ്ഞതോർത്തു. വരൂ മാഡം. അവൾ അകത്തേക്ക് കൈ കാണിച്ചു. ചെരുപ്പ് തെന്നിയപ്പോൾ വീഴാതിരിക്കാൻ പിടിച്ചു നിർത്തുകയും ചെയ്തു. കാഴ്ചകൾ ഓരോന്നും നയന മനോഹരങ്ങളായിരുന്നു. കിലുക്കങ്ങളും കളിക്കോപ്പുകളും എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. കുട്ടൻ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. അവൻ്റെ കുഞ്ഞു മുഖം കുസൃതി ചിരിയാൽ വിടരുന്നതും മുഖത്തേക്ക് വീണു കിടക്കുന്ന ചുരുണ്ട മുടിയിഴകൾ ചെറു കാറ്റിലിളകുന്നതും ഭാവനയിൽ കണ്ടു. അവ്യക്തമായ സംഭാഷണ ശകലങ്ങൾ കൊണ്ട് അവൻ്റെ സ്നേഹം പ്രകടമാക്കുന്നു. എന്താണ് മാഡം വേണ്ടത്? സെയിൽസ് ഗേൾ ചോദിച്ചു. നോക്കട്ടെ. നല്ല പാവക്കുട്ടികളും വളയും മാലയുമൊക്കെ വെറുതെ എടുത്തു നോക്കി. പൊന്നുമോൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. ഈ കൈകളിൽ ഇപ്പോഴും അവളുടെ മണമുണ്ടാകും. കൈകൾ വെറുതെ മണത്തു നോക്കി. ഓരോന്ന് കണ്ട് കണ്ട് നേരം പോയതറിഞ്ഞില്ല. തിരക്ക് നന്നേ കുറഞ്ഞിരിക്കുന്നു. ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പടികളിറങ്ങുമ്പോൾ സൂക്ഷിച്ച് അവൾ അവരെ ഓർമ്മിപ്പിച്ചു. വേഗം ചെന്നിട്ടെന്തിന്? ഇഴഞ്ഞു നീങ്ങുന്ന സമയത്തിനൊപ്പമായിരിക്കുന്നു ഇഴഞ്ഞുള്ള യാത്രയിൽ. ജീവിതം ചാരം പൊതിച്ചു കിടക്കുന്ന കനൽക്കട്ട പോലെയായി. ഒരു കുളിർമഞ്ഞ് മതി അത് അണഞ്ഞു പോകാനും, ഒരു മന്ദമരുതൻ മതി അത് ആളിപ്പടരാനും. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകന്നു പോകുന്നു. ഇന്നലകൾ വീണ്ടും എത്തില്ലല്ലോ. ഇന്ന് തിരുവോണമായിട്ടും നിറചിരിയുമായി അവൾ അവിടെ തന്നെയുണ്ട്. തറയിൽ വലിയ പൂക്കളം ഇട്ടിട്ടുമുണ്ട്. ജോലിക്കാരെല്ലാം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുണ്ടായിരുന്നു. ചാണകം മെഴുകിയ തറയിൽ തെച്ചിയും തുമ്പയും തുളസിയുമൊക്കെ ഇട്ടിരുന്നതിൻ്റെ സ്ഥാനത്ത് ഇറക്കുമതി ചെയ്ത പൂക്കളുണ്ട്. ഓണത്തപ്പനെയും പൂക്കളുമൊക്കെ വാങ്ങാൻ കിട്ടുന്ന കാലമാണിന്ന്. മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ഓണത്തപ്പനെ എതിരേൽക്കുമ്പോഴേക്കും അയൽപക്കത്തു നിന്ന് കൂവൽ കേൾക്കാം. ഓണത്തപ്പ കുടവയറ, ഇന്നും നാളെയും തിരുവോണം. തിരുവോണക്കറി എന്തെല്ലാം, ചേനത്തണ്ടും ചെറുപയറും, ഓണം നാളും കൂവട്ടെ എന്ന് പറഞ്ഞൊരൊറ്റ കൂവലുണ്ട്. ഇന്ന് കടയിൽ തിരക്ക് കുറവായതുകൊണ്ട് പെൺകുട്ടിയുടെ കണ്ണുകൾ അവർക്ക് നേരെ നീണ്ടത് അവരറിഞ്ഞില്ല. ഹാളിൻ്റെ മൂലയിലിരിക്കുന്ന ഒരു കുഞ്ഞു പ്രതിമയുടെ അടുത്തേക്കാണ് അവർ പോയത്. ചെന്ന പാടെ അവരതിനെ ആശ്ലേഷിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടി. കാത്തിരുന്നു മടുത്തോടെ കുട്ട. 2 ദിവസമായി മഴ തുടങ്ങിയിട്ട് മുത്തച്ഛിക്ക് ജലദോഷം പിടിച്ചു. നീ മോന് പകരില്ലേ? അതാ വരാത്തത്. പെൻഷൻ കിട്ടട്ടേട്ടോ. മോനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടാലോ? ജൽപ്പനങ്ങൾ അങ്ങനെ നീണ്ടുപോയി. ഇന്നെന്താ ഒന്നും വാങ്ങിയില്ലേ? തിരിച്ചിറങ്ങുമ്പോൾ അവൾ ചോദിച്ചു. വാങ്ങിയല്ലോ. ഒരു കുന്ന് സന്തോഷവുമായിട്ടാണ് എൻ്റെ മടക്കം. അവൾ അത്ഭുതത്തോടെ അവരെ നോക്കി. മോൾക്ക് എങ്ങനെ ഇങ്ങനെ സദാസമയം ചിരിക്കാൻ കഴിയുന്നു? ഞാൻ ചിരിക്കാൻ തന്നെ മറന്നിരിക്കുന്നു. ഇതെൻ്റെ ജോലിയല്ലേ മാഡം? ഇങ്ങനെയോ ഒരു ജോലിയോ? അതെ മാഡം. ഞാൻ ചിരിക്കുമ്പോൾ ആളുകൾക്ക് സന്തോഷം വരും. അവർ സാധനങ്ങൾ വാങ്ങാൻ വീണ്ടും വരും. ബിസിനസ് വളരും. ഈ സ്ഥാപനത്തിന് നിറയെ ശാഖകളുണ്ടാകും. ധാരാളം പേർക്ക് തൊഴിൽ ലഭിക്കും. ഇന്നെന്താണ് മാഡം ഒന്നും വാങ്ങാത്തത്? അത് പെൻഷൻ കിട്ടില്ല മോളെ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തലയും മുനിച്ച് അവർ തിരിച്ചു നടന്നു. അവർ ഗേറ്റിനടുത്ത് എത്തുമ്പോഴേക്കും മാഡം ഒന്ന് നിന്നേ. അവൾ ഓടിച്ചെന്ന് കയ്യിലിരുന്ന കവർ അവരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു. ഈ സന്തോഷം ഇവിടെ ഇരുന്നാൽ
ഇനി വരുമ്പോഴേക്കും ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകും. പെൻഷൻ കിട്ടുമ്പോൾ വില തരികയൊന്നും വേണ്ട കേട്ടോ. ഇത് ഫ്രീ ആയിട്ട് തരുന്ന എൻ്റെ സ്നേഹമാണ്. തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ണുകളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടുന്നതും കവിളുകളിൽ ഒരു കൊച്ചരിവ് രൂപപ്പെടുന്നതും ആരും കാണാതിരിക്കാൻ സാരിത്തുമ്പ് കൊണ്ട് മുഖം മറച്ചിരുന്നു. കാലുകൾ ഇടരാതിരിക്കാൻ ശ്രദ്ധിച്ചാണ് നടന്നത്. ഇടർച്ചയിൽ താങ്ങായി ഒരു വാക്കിംഗ് സ്റ്റിക്ക് പോലുമില്ല. ഇല്ലാത്ത സങ്കടത്തിൽ എല്ലാം ഫാഷൻ മയമായതുപോലെ വാർദ്ധക്യത്തിലെ ഈ ഒറ്റപ്പെടലും ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. തുടർന്നും അങ്ങോട്ടായിരിക്കും. അങ്ങനെയായിരിക്കും അല്ലേ?